നമ്മൾ കാണുന്ന മുട്ട, ചിക്കൻ, ഫിഷ്, ബിരിയാണി, സ്നാക്സ് ഐറ്റംസ്, ചായ എന്നീ വക സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് വെറും 2 രൂപയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? സംഭവം ഉള്ളതാണ്, അത് പലർക്കും അറിയാവുന്നതായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ എയർപോർട്ട് ലോഞ്ചിലാണ് ലഭിക്കുക. ഈ ഭക്ഷണം മാത്രമല്ല, നമുക്ക് ആ എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ 2 മണിക്കൂർ വരെ ഈ ഒരു 2 രൂപയ്ക്ക് നടക്കും എന്നുള്ളതാണ് വാസ്തവം. ലോഞ്ചിൽ കയറി ആർമാദിച്ചതുകൊണ്ട് നമുക്കൊരു മുട്ടൻ പണി കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ജസ്റ്റ് എസ്കേപ്പ് ആയി. അതും എന്താണെന്നുള്ളത് വഴിയെ പറയാം. ഈ ഒരു സംഭവം പലർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് സ്കിപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും 5 പൈസയുടെ ഗുണമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ പോയി കണ്ട് നിങ്ങളുടെ സമയം കളയാനായിട്ട് ഒരു ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾ രാത്രി ഒരു 11-11:30 സമയത്താണ് അവിടെ എത്തിയത്. ഏകദേശം ഡിന്നർ ബുഫേ ക്ലോസ് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നല്ല മീൻകറിയും ചിക്കൻ കറിയും ചപ്പാത്തിയും റൈസും പുലാവും കട്ട് ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഭക്ഷണത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ചില ഡെബിറ്റ് കാർഡുകൾ വഴിയാണ് നമുക്ക് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഈ 2 രൂപയ്ക്ക് ലഭിക്കുന്നത്. നമ്മളിത് ട്രൈ ചെയ്തത് നമ്മുടെ സ്വന്തം കൊച്ചി എയർപോർട്ടിൽ, കൊച്ചി ഇന്റർനാഷണൽ സിയാലിലാണ് നമ്മൾ ട്രൈ ചെയ്തത്. ആദ്യമായിട്ടാണ് നമ്മൾ കൊച്ചി എയർപോർട്ടിലെ ലോഞ്ച് ആക്സസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പല ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡസിൻഡിന്റെ പിനാക്കിൾ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് കയറാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇൻഡസിൻഡിന്റെ കാർഡ് ഇവിടെ കൊടുത്തപ്പോൾ അതിൽ ഫ്രീ ആക്സസ് ഇല്ല. പകരം നമ്മൾ 2330 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് വളരെ മോശം അനുഭവമായിട്ട് തന്നെ തോന്നി. കാരണം പിനാക്കിൾ കാർഡിൽ നമുക്ക് ക്വാർട്ടർലി 2 എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ളതാണ്. നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നടക്കുമല്ലോ നമുക്കറിയാം. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന SBIയുടെ ഡെബിറ്റ് കാർഡ്, പ്ലാറ്റിനം കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് ഫ്രീ ആക്സസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ത്രൂ ആണ് നമ്മുടെ കൊച്ചിയിലെ ഈ എയർപോർട്ട് എർത്ത് ലോഞ്ച് ആക്സസ് ചെയ്തത്. ഇനി ഭക്ഷണത്തെ പറ്റി അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഭക്ഷണമാണ്. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ മോശമൊന്നും പറയാനില്ല, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ബുഫേകൾക്കൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ചായ, സ്നാക്സ്, സാൻഡ്വിച്ച്, കുക്കീസ് ഈ വക സാധനങ്ങൾ ഏത് സമയത്തും അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. ലോഞ്ചിൽ ബാറും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് 2 രൂപയ്ക്ക് ബാറും ആക്സസ് കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്തേ പറ്റൂ. ഭക്ഷണമൊക്കെ ഒരു റൗണ്ട് ഒക്കെ കഴിഞ്ഞ് വാഷ്റൂം ഒക്കെ പോയി വന്ന് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നു. ഇഡ്ഡലി, സാമ്പാർ, മുട്ട പുഴുങ്ങിയത്, കുക്കീസ്, സാൻഡ്വിച്ച് എന്നിവ സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോഫയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അലാമിന്റെ ശബ്ദം കേട്ട് ചാടി എണീറ്റപ്പോഴേക്കും ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോഞ്ചിൽ തന്നെ നമുക്ക് കാണാം ബോർഡിംഗ് തുടങ്ങിയില്ലോ എന്നുള്ളതൊക്കെ സ്ക്രീനിൽ കൂടെ നമുക്ക് കാണാം. നമ്മൾ ഓടിപ്പടച്ച് ചെന്നപ്പോഴേക്കും ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമാണ് കയറാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളും ഓൺ ടൈമിൽ തന്നെയായിരുന്നു. ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം.